എടപ്പാളയം തെമ്മല ഉറുമ് മൂവ് ഗ്രാമപ്രദേശികൾ എല്ലാവരും. ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കെട്ടിയോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉദയേട്ടന് 32 വയസ്സായി, ഫെബ്രുവരി 9. അപ്പോൾ ഞങ്ങൾ ഈ കേക്ക് കട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 8 കേട്ടോ. രാത്രി ഒരു 9:30 ആയിട്ടുണ്ട്. ആ സമയത്തായിരുന്നു ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 2 അതിഥികളുണ്ട്, അല്ലാതെ വേറെ 2 പേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു അങ്കിളും ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻറ്റീരിയൽ വർക്കൊക്കെ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അവിടെ പണി ചെയ്യുന്ന 2 ചേട്ടന്മാരും കൂടി നമ്മളിങ്ങനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും എന്താ പറയുക, നമ്മൾ കടയിൽ പോയിട്ടാണ് കേട്ടോ ഞാൻ കേക്കൊക്കെ വാങ്ങിക്കാറുള്ളത്. ഈ തവണയാണ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, നല്ലതായിരിക്കുമോ എങ്ങനെയാണെന്നുള്ളതൊക്കെ. പക്ഷേ നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ബെൽജിയം ട്രഫിൾ കേക്കായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി കേക്കായിരുന്നു. ഞങ്ങൾ അങ്ങനെ മധുരവും കാര്യങ്ങളൊന്നും അങ്ങനെ കഴിക്കാറില്ല, എന്നാലും എനിക്ക് ഈ കേക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും കേക്കും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു. അതുപോലെ തന്നെ ഉദയേട്ടൻ അത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ കേക്കും. അതുപോലെ തന്നെ ഞാനൊരു സർപ്രൈസായിട്ടൊരു ഫോട്ടോ ഫ്രെയിമും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ പോലെ ഒരു സംഭവം ചെയ്തിട്ടായിരുന്നു, അതായത് അച്ഛനെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം ഞാനൊരു ഡ്രോയിങ് ആയിരുന്നു കേട്ടോ ചെയ്ത് കൊടുത്തത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ, ആ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്തെങ്കിലും ഇതുപോലെ ഗിഫ്റ്റൊക്കെ ചെയ്യണം എന്നാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതുപോലൊരു പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഉദയേട്ടനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര ഭംഗിയായിട്ട് കിട്ടും എന്നുള്ളത്, അറിയില്ലായിരുന്നല്ലോ. ഞാനിങ്ങനെ കൊടുത്ത കാര്യമൊന്നും ആൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ സർപ്രൈസായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതൊക്കെ നീ എപ്പോൾ ചെയ്തു, ഇതെങ്ങനെ ചെയ്തു, നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നുള്ളതൊക്കെ. അപ്പം അച്ഛൻ്റെ കുറച്ച് പഴയ ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും വരയ്ക്കുന്നതാണല്ലോ, അത് അവരുടെ ഒരു കഴിവാണല്ലോ. അപ്പോൾ അതനുസരിച്ച് അവർ അത്യാവശ്യം നല്ല ഭംഗിക്ക് തന്നെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ പുറത്തോട്ടൊന്നും പോയില്ല. നാട്ടിൽ നിന്ന് ഇപ്പോൾ ഈ ആൻറ്റി മംഗളൊക്കെ വന്നപ്പോൾ കുറച്ച് കപ്പയും അതുപോലെ തന്നെ ചേമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ കുറച്ച് മീൻകറിയും അതുപോലെ തന്നെ ബീഫ് കറിയും ഒക്കെ വെച്ചിട്ടായിരുന്നു, വീട്ടിൽ തന്നെയായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നു ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഈ തവണത്തെ ബർത്ത്ഡേക്കും ഞങ്ങൾ കരുതിയിരുന്നത് ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തുകൊണ്ടോ ഒരു നിമിത്തം എന്നൊക്കെ പറയണ പോലെ നമുക്ക് നല്ല രീതിക്ക് തന്നെ ആഘോഷിക്കാൻ പറ്റി. ഞങ്ങൾ 2 പേരുള്ളപ്പോഴാണെങ്കിൽ നമുക്ക് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും തോന്നില്ല. ഇതിപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാനും അതുപോലെ ഇതുപോലെ ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ തോന്നും നമുക്ക്. അപ്പോൾ ലാസ്റ്റ് ടൈം ബർത്ത്ഡേക്കൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതും ഒരു വൈബാണ്, ഇതും വേറൊരു വൈബാണ്. എല്ലാവരും ഉള്ളപ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ, അതായത് ജോലിയുടെ കാര്യം, അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഗിഫ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടാട്ടോ നമ്മൾ ഫുഡ് കഴിക്കണേ. അപ്പം അങ്ങനെ പെട്ടെന്നാട്ടോ നമുക്ക് ഓരോ വർഷവും ഓരോ വയസ്സ് കൂടി വരുന്നത്. പണ്ടൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 15 വയസ്സായി 16 വയസ്സായി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മൾ വലിയ ആളായി എന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് വരുമല്ലോ. ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർത്ത് ഡേറ്റ് വരുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. അയ്യോ എനിക്ക് ഇത്ര വയസ്സായല്ലോ. ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ വയസ്സ് കൂടി വരുവാണ്, നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യാനുണ്ട്. നമ്മുടെ ആ ഒരു ഇതൊക്കെ കുറഞ്ഞു വരുവാണല്ലോ. ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ കുറഞ്ഞു വരുവാണ്. നമ്മൾ ഓരോന്നും എല്ലാ കാര്യവും നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ അവരൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അവരും പോയി കേട്ടോ. അപ്പോൾ ഞാനും അങ്കിളും ആൻറ്റിയും ഉദയേട്ടനൊക്കെ ഓരോരോ കഥകളിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ എല്ലാവരും 2 പേരും നല്ല വൈബ് ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ചിരി വന്നിട്ട് ഞങ്ങളും ചിരിച്ചിങ്ങനെ മറിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു എന്തായാലും. അപ്പോൾ ഈ തവണത്തെ ബർത്ത്ഡേ നല്ല ആഘോഷമായിട്ട് തന്നെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, വീഡിയോ കാണുന്ന എല്ലാവരും
ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ ഓരോ ബർത്ത്ഡേ വരുമ്പോഴും നമുക്ക് എന്തെങ്കിലും ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയൊരു ആളായിട്ട് മാറുക. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഓരോ കാര്യങ്ങൾ നല്ല രീതിക്ക് നമ്മുടെ ലൈഫിൽ നടക്കാനും, അതുപോലെ തന്നെ ഇത്ര നാൾ നമുക്ക് ഒന്നും അതായത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി നാളെ ഇനിയുള്ള ജീവിതത്തിൽ നമുക്കെല്ലാം നല്ല രീതിക്കൊക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ലൈഫിൽ ഓരോ മൊമെൻറ്റും നമ്മൾ നല്ല രീതിക്ക് തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക, ആഘോഷിക്കുക. അതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോ കൂടെ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയേ ഉള്ളൂ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഞാൻ കുറച്ച് നമ്മൾ പുറത്ത് പോയ ട്രാവൽ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഇനിയും വീഡിയോസൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റ് ആവുന്നത് ഈ എഡിറ്റിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ടിട്ടാണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനാണ് പാട്, വീഡിയോ എടുക്കാൻ അത്ര പാടില്ല. എങ്കിൽ കൂടി എഡിറ്റ് ചെയ്യാൻ നമ്മൾ നോക്കി കണ്ടൊക്കെ വേണമല്ലോ. അതുപോലെ ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നതുകൊണ്ടിട്ടാണ് ടൈം എടുക്കണേ. അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിലാണ് ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ലൈവൊക്കെ വരാറുണ്ട്. അപ്പം ലൈവും അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.